വിജയുടെ കമ്പനിയുടെ കേസ് പിണറായിയിലേക്ക് എത്തിക്കാനുള്ള ഇഡി ശ്രമത്തെ ശക്തമായി തടയുമെന്ന് CPM. ഇഡി കോടതിയിലാണ് കാര്യങ്ങൾ പറയേണ്ടത്, പത്രക്കുറിപ്പിലല്ല. റിയാസിനും നിഖിലിനും എതിരായ നടപടികളെയും നേരിടുമെന്നും MV ഗോവിന്ദൻ വിശദീകരണ യോഗത്തിൽ. കേരളത്തിലെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷനായി കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്നും VD സതീശൻ. ദീർഘകാലമായുള്ള ആവശ്യത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോസിറ്റീവെന്ന് മാത്യു കുഴൽനാടൻ MLA. മെസ്സിയെ കാട്ടി കോടികളുടെ വെട്ടിപ്പ്. GST വകുപ്പിന്റെ നിർണായക കണ്ടെത്തൽ. ആന്റോ അഗസ്റ്റിൻ കൊടുത്തത് ആരാന്റെ പണം. കണക്കില്ലാതെ എത്തിയത് 206 കോടി. വായ്പയെന്ന് ആന്റോ. അടിമുടി ദുരൂഹത. ആന്റോയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഇടനിലക്കാരെന്ന സംശയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. CPM CPI കലഹം കടുത്തു. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി കൊമ്പ് കോർത്ത് പാർട്ടികൾ. CPIയെ ചൊടിപ്പിച്ചത് പദവി CPMനെന്ന പിണറായിയുടെ പ്രസ്താവന. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്ന് ബിനോയ് വിശ്വം. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ തമ്മിലടി. കൂട്ടത്തല്ല്. KJSO ഓണാഘോഷ DJക്കിടെ. കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥന് കണ്ണിന് പരിക്ക്. അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം BJPയുടെ രാഷ്ട്രീയ നീക്കമെന്ന് UDF. കേന്ദ്രമന്ത്രി സോമണ്ണയ്ക്കും കർണാടക നേതാക്കൾക്കും കുറ്റപ്പെടുത്തൽ. ലക്ഷ്യം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും വിമർശനം. തിരുവോണത്തിന് കേരളത്തിലെ MP മാർ നിരാഹാരമിരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. നടൻ ദേവൻ വിജയുടെ TVKയിൽ. ശിവസേനയിൽ രാഷ്ട്രീയം തുടങ്ങിയ താരം ഒടുവിൽ വഹിച്ചത് BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവി. പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസം. TVKയുമായി ചർച്ച. നടി പ്രിയങ്കയുടെ മധ്യസ്ഥത്തിൽ. വിജയുമായി ഉടൻ കൂടിക്കാഴ്ച. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന ആസ്ഥാനം പുനർനിർമ്മിച്ച് ജെയ്ഷെ മുഹമ്മദ്. പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ മർക്കസ് സുബാർ അള്ള എന്ന കെട്ടിടമാണ് പുനർനിർമ്മിച്ചത്. നിർമ്മാണം പാക് സർക്കാരിന്റെ സഹായത്തോടെ.